എന്താണ് ന്യൂ ജനറേഷൻ അഥവാ ന്യൂ ജെൻ? ആരാണ് ലോജിക്കായും പ്രാക്ടിക്കലായും കൂടുതൽ കറക്റ്റായ ജനറേഷൻ? എന്താണ് ഈ ജനറേഷനുകൾ തമ്മിലുള്ള വ്യത്യാസമെന്ന് നോക്കാം. ലേറ്റസ്റ്റ് ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് 5 ജനറേഷനുകളാണ് ഇപ്പോൾ ഉള്ളത്. ബേബി ബൂമേഴ്സ്, ദി ഫസ്റ്റ് ഗൾഫ് മൈഗ്രൻസ്. ഈ ജനറേഷനാണ് പത്തേമാരി കയറിയും കപ്പൽ കയറിയും ആദ്യമായി ഗൾഫിൻ്റെ സാധ്യതകൾ കണ്ടെത്തിയ പുരാതന മനുഷ്യർ. ഏറ്റവും അധികം യാതനകൾ അനുഭവിച്ച് ഒരു ജീവിതം കെട്ടിപ്പടുത്തവർ. രണ്ടാമത്തേതാണ് ജെൻ എക്സ്, ദി ബാക്ക് ബോൺ ഓഫ് കേരളാസ് റെമിറ്റൻസ്. വളരെ വലിയ വിദ്യാഭ്യാസമോ സാങ്കേതികമായ കഴിവുകളും ഇല്ലാത്തവർ ആയിരുന്നുവെങ്കിലും ഗൾഫിൻ്റെ സാധ്യതകളെ മുൻകൂട്ടി കാണുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തവരാണ്. കേരളത്തിൽ ഇന്ന് കാണുന്ന അമ്പരചുംബികളായ കെട്ടിടങ്ങളുടെയും അറബി ഷെയ്ഖന്മാരെ പോലും തോൽപ്പിക്കുന്ന വീടുകളുടെയും കേരളത്തിൻ്റെ സർവോപരി എല്ലാ വികസന കാൽവെപ്പുകൾക്കും ബാക്ക് ബോണായി നിലനിന്ന സമൂഹമാണ് ഇത്. അടുത്ത കാറ്റഗറിയാണ് മില്ലിനിയൽസ്. ഇന്നത്തെ ഏറ്റവും വലിയ പ്രവാസി വർക്ക് ഫോഴ്സ് ഇവരാണ്. ഏറ്റവും അധികം പ്രൊഫഷണലായി ഗൾഫിൻ്റെ കൺസ്ട്രക്ഷൻ മേഖലയിലും അഡ്മിനിസ്ട്രേറ്റീവ് സൈഡിലും വളരെയേറെ സംഭാവനകൾ നൽകി ഗൾഫിനെ മോഡേൺ എക്കോണമിയും അഡ്വാൻസ്ഡ് സൊസൈറ്റിയുമാക്കി മാറ്റുന്നതിൽ മുഖ്യ പങ്കുവഹിച്ചവർ. അടുത്ത കമ്മ്യൂണിറ്റിയാണ് ജെൻസി എന്നറിയപ്പെടുന്ന ഡിജിറ്റൽ നേറ്റീവ് ഗ്രൂപ്പ്. സോഷ്യൽ മീഡിയയിലെ സജീവ സാന്നിധ്യമായ ജനറേഷൻ. ഇന്ന് ഏറ്റവും അധികം പഴി കേൾക്കേണ്ടി വരുന്നതും ജനറേഷൻ കൂടിയാണ് ഇത്. അവസാനത്തെ കാറ്റഗറിയാണ് ഇനി വരാനിരിക്കുന്ന ജനറേഷനും ഫ്യൂച്ചർ ഗ്ലോബൽ സിറ്റിസൺസ് ആയിട്ട് മാറേണ്ടവരുമായ ജെൻ ആൽഫ. കേരളത്തിൻ്റെ പ്രത്യേക സാമൂഹ്യ അന്തരീക്ഷത്തിൽ ഏറ്റവും നെഗറ്റീവായ ജനറേഷനാണെന്ന് ജെൻസി പറയുന്നത് ജെൻ എക്സിനെയാണ്. ഇനി ജെൻ എക്സിൻ്റെ നെഗറ്റീവായ വൈബ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അനാവശ്യമായ വാഗ്വാദങ്ങളിൽ അഥവാ ഡിബേറ്റുകളിൽ ഏർപ്പെടുന്ന കമ്മ്യൂണിറ്റി. രാഷ്ട്രീയം കൊണ്ട് യാതൊരു ഉപയോഗവുമില്ലെങ്കിലും എപ്പോഴും ഏതെങ്കിലും ഒരു പക്ഷം പിടിച്ച് രാഷ്ട്രീയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്മ്യൂണിറ്റി. മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ന്യായീകരണ തൊഴിലാളികളെ ഉപയോഗിച്ച് ചാനൽ റേറ്റിംഗ് കൂട്ടാൻ നടത്തുന്ന അന്തിച്ചർച്ചകൾ കാണാനും വിശകലനം ചെയ്യാനും സമയം പാഴാക്കാൻ ധാരാളം സമയം കണ്ടെത്തുന്നവർ. ഗോസിപ്പുകളോട് പ്രത്യേക താല്പര്യം കാണിക്കുന്നവർ. വർഗീയതയുടെ ഏതെങ്കിലും ഒരു പക്ഷം ചേരുന്നവർ. എല്ലാം ത്യജിച്ച് മക്കളെ ഡോക്ടറും എഞ്ചിനീയറും ആക്കാനും വലിയ നിലയിൽ എത്തിക്കുവാനും ആയുസ്സും ആരോഗ്യവും ഇല്ലാതാക്കുന്നവർ. മുഴുവൻ സമ്പാദ്യവും വേണ്ടി വന്നാൽ കടവും വാങ്ങി ഏറ്റവും വലിയ വീടുകൾ വയ്ക്കുന്നവർ.